നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രമായ ലൂസിഫറിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുത്തതിനു ശേഷം അവധി ആഘോഷിക്കാനായി കുടുംബസമേതം അമേരിക്കയിലേക്ക് പറന്ന ലാലേട്ടൻ വെള്ളിയാഴ്ച നാട്ടിൽ തിരിച്ചെത്തും. ഇനി അങ്ങോട്ട് സിനിമാ ഷൂട്ടിങ്ങുകളിൽ സജീവമാകാനാണ് ലാലേട്ടന്റെ തീരുമാനം. ശനിയാഴ്ച പി സുബ്രഹ്മണ്യത്തെക്കുറിച്ച് ശ്രീകുമാരൻ തമ്പി എഴുതിയ പി സുബ്രഹ്മണ്യം മലയാള സിനിമയുടെ ഭീഷ്മാചാര്യൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിൽ ലാലേട്ടൻ പങ്കെടുക്കും. ടാഗോറിൽ നടക്കുന്ന ചടങ്ങിൽ മധുവിൽ നിന്ന് മോഹൻലാൽ പുസ്തകം ഏറ്റുവാങ്ങും. തുടർന്ന് ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയുടെ ഷൂട്ടിംഗിൽ സജീവമാകും. ഏപ്രിൽ 25-നാണ് ഇട്ടിമാണിയുടെ സെറ്റിൽ താരം ജോയിൻ ചെയ്യുക. കോമഡിക്കും ആക്ഷനും തുല്യ പ്രാധാന്യമുള്ള ചിത്രമാണ് ഇട്ടിമാണി. ഹണി റോസും രാധിക ശരത്കുമാറുമാണ് ചിത്രത്തിലെ നായികമാർ. ചൈനയിൽ ജനിച്ച് തൃശൂരിൽ വളർന്ന ഇട്ടിമാണി എന്ന രസകരമായ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ലാലേട്ടൻ അവതരിപ്പിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ തൃശൂർ ഭാഷയിൽ സംസാരിക്കുന്ന ചിത്രം കൂടിയാണ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന. ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രമാണ് ഇത്. നവാഗതനായ ജിബി ജോർജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിന് ശേഷം സംവിധായകൻ സിദ്ദീഖ് ഒരുക്കുന്ന ബിഗ് ബ്രദറിലാകും താരം അഭിനയിക്കുക. എസ്റ്റാക്കീസും വൈശാഖ സിനിമയും ചേർന്നാണ് ബിഗ് ബ്രദർ നിർമ്മിക്കുന്നത്. ലൂസിഫർ വലിയ വിജയമായതിന്റെ ആവേശത്തിലാണ് ലാലേട്ടനും ആരാധകരുമുള്ളത്. ലൂസിഫർ പൃഥ്വിരാജ് സുകുമാരനായിരുന്നു സംവിധാനം ചെയ്തത്. 100 കോടി കടന്ന ലൂസിഫർ 200 കോടിയിലേക്കുള്ള മുന്നേറ്റത്തിലാണ്. വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ.